ഗായ്സ്, പൊന്മണി സ്റ്റാൻഡേർഡ് സ്വാഗതം. അപ്പം ഞാൻ എന്താ ഇപ്പോൾ ഈ മുഖത്തൊക്കെ ഉള്ള ഇങ്ങനെ മുഖമൊക്കെ ഇതാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് മുഖത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കെട്ടി വെച്ചിരിക്കണമെന്നാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. അപ്പം ഇന്ന് നമ്മുടെ ലച്ച് ബേബി എന്റെ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഐലൈനറും കൺവെഷൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അവളല്ലെങ്കിൽ അവളുടെ മേലെ കാറ് വൃത്തിയാക്കട്ടോ. അപ്പോൾ ഞങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. അപ്പൊ മേക്കപ്പ് മാൻ്റെ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാൻ പോണ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അതൊന്നും അവൾക്ക് അറിയില്ല, അവൾ അവന് ചെയ്തു തരും നിനക്ക്. അപ്പൊ അവൾ ചെയ്തു തരും ചെയ്യും. നമുക്ക് അവൾക്ക് പൗഡർ കൊടുക്കാം. അപ്പൊ എന്നെ മേക്കപ്പ് ചെയ്യാൻ പോവാണ് ലച്ചബി. ആദ്യം പൗഡർ ഇട്ടെടുത്ത് ചേച്ചിക്ക് പൗഡർ ഇട്ടെടുക്കുക ചേച്ചിക്ക്. കയ്യിലിട്ടോ ചേച്ചിക്ക് പമ്പം ഇട്ടെടുക്ക. ഈ ബ്രഷ് 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 ഇങ്ങനെ ഇതാക്കിയിട്ട് ചെയ്തോ. ഒക്കെ അറിയണ പോലെ അവള് ചെയ്തു ചെയ്തോ. മുഖത്തിട്ടാ കിച്ചു യാ എന്താണ് ഇനിയോ? ആ മതി മതി, ഞാൻ എടുത്തേക്കാം. ഓക്കെ, ആ പമ്പം എടുത്തേക്കാം. ലച്ചു അതിട്ട് കൊടുക്ക്. ആ തുടച്ചു കൊടുക്കിനി. ഉയ്യ തുടച്ചെടുത്തോ. അത് വേണ്ട, ബ്ലിഷ് കൊണ്ട് ഇതുകൊണ്ട് തുടച്ചാൽ മതി. ആ നീ പൊട്ട്, ആ നീ പൊട്ടാ, നീ പൊട്ട് തൊട്ടേ. സെറ്റ് സെറ്റ്, ആ സെറ്റായി. നീ എന്താ ചെയ്യാ? ഐലൈനർ എഴുതണ്ടോ? ആ കൺമിഷിയാണോ എഴുതുന്നേ? ഓ എന്താ എന്തൊന്നൊരു കിട്ടില്ല. ഇവിടെ ഫേസ് മാറ്റി. പോയിട്ടോ. മേക്കപ്പ് മാൻ വലിയ സൂക്ഷ്മതയിലാണല്ലോ. ആ ഇനി മതി. എന്താ കാണിക്കുന്നേ? മതി. ഈ ലിപ്സ്റ്റിക്ക്, ഐലൈനർ, കൺമഷി അവളങ്ങനെ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഐലൈനർ ഇട്ടാലോ? ഇനി വേണ്ട ഇനി വേണ്ട. ഇനി ലിപ്സ്റ്റിക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഐലൈനർ ഇതപ്പുറത്തേക്ക് വെക്കാം നമുക്ക്. വേണ്ട വേണ്ട, ഈ കോലുണ്ട് കൺമിഷൻ വേണ്ട, കൺമിഷൻ വേണ്ട. ഇതുകൊണ്ട് തന്നെ ചെയ്തിരിക്കാൻ പാടില്ല. അടുത്ത ചെയ്യണം. ഐലൈനർ ഇത് മാറ്റി വെക്ക്. കണ്ണെഴുതി വാലിട്ട് കൊടുത്തോളൂ.